നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ 2025 പോയി പറയുകയാണ്. ഏതാനും മണിക്കൂറുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ പോലെ തന്നെ 2025ലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയും കുറേ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ കുറേ റെസൊല്യൂഷൻസൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനും കടന്നു വന്നത്. എന്തു പറ്റി ആ റെസൊല്യൂഷനുകൾക്കൊക്കെ, ആ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയോ? 2025 മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുമായിട്ട് ആ ഒരു അനുഭവം, കഴിഞ്ഞ വർഷത്തെ അനുഭവം ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. 2025 വർഷത്തെ മൊത്തത്തിൽ ഞാൻ അവലോകനം ചെയ്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാക്കിയിട്ടുള്ളൊരു വർഷമൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളുമില്ല. ഒരു ഓക്കെ എന്ന് പറയാവുന്ന ഇയറാണ്. വലിയ രൂപത്തിലുള്ള ടെൻഷൻസ് ഒന്നും നമുക്ക് ലൈഫിൽ വന്നിട്ടില്ല. അതുപോലെ വലിയ രൂപത്തിലുള്ള അമിതാഹ്ലാദങ്ങളിലേക്ക് പോകാനുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സാധാരണ ഒരു ഇയറാണ് എന്ന് പറയാം. ഇപ്പോൾ കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് അവരവരുടെ ഇയർ ഇങ്ങനെ ഒരു റിവ്യൂ പോലെ പറയുന്നത് കാണുന്നുണ്ട്, സ്റ്റോറികളിലും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ ലക്ഷ്യങ്ങൾ, റെസൊല്യൂഷൻസൊക്കെ 2025 ഞങ്ങൾ എടുത്തൊരു തീരുമാനം, അതായത് ഞാനും എൻ്റെ കുടുംബമൊക്കെ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ കഴിയാവുന്നത്ര യാത്ര ചെയ്യണം. ഇപ്പോൾ മുമ്പൊക്കെ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. പക്ഷേ റാഫ് ടോക്സ് തുടങ്ങിയതിന് ശേഷം 2019 റാഫ് ടോക്സ് തുടങ്ങിയതിന് ശേഷം യാത്രകളൊക്കെ വല്ലാതെ കുറഞ്ഞു പോയി. കാരണം ഇതിനു വേണ്ടി രാവും പകലും ചാനലിന് വേണ്ടി ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഒന്ന് കുറച്ച് ഫ്രീ ആവണം എന്നൊരു ഉദ്ദേശത്തിൽ യാത്രകൾ ചെയ്യുന്നത് മാത്രമല്ല, അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും 2025 ട്രാവൽ ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചു. മുമ്പൊരു വീഡിയോയിൽ ഇത് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം നടന്നില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ എന്നല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ ജിമ്മിൽ പോകണം, തടി കുറക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ടല്ലോ. ജിമ്മിൽ ആദ്യത്തെ ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ പോകും, പിന്നെ പോവില്ല എന്നൊക്കെ ഉള്ളതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായിട്ട് 14 ജില്ലകളിൽ യാത്ര ചെയ്യണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് എന്തുണ്ടായി? നടന്നില്ലെന്നേ. 8 ജില്ലകളിലാണ് യാത്ര ചെയ്തത്. അതായത് നമ്മൾ കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം പിന്നെ എൻ്റെ ജില്ല, അതുപോലെ തൊട്ടടുത്ത ജില്ല പാലക്കാട്, പിന്നെ തൃശ്ശൂരിൽ പോയി, എറണാകുളം ജില്ലയിൽ പോയി, അതുപോലെ തന്നെ നമ്മൾ ഇടുക്കി ജില്ലയിലും പോയി. ബാക്കി തെക്കൻ കേരളത്തിലെ ജില്ലകളും ഇങ്ങ് വടക്കേ അറ്റത്ത് കാസർഗോട്ടും പോകാൻ പറ്റിയിട്ടില്ല. അതായത് നമുക്ക് കോട്ടയം, കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, പിന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇങ്ങേ അറ്റത്ത് വടക്കേ അറ്റത്ത് കാസർഗോഡ്, ഇത്തരം ജില്ലകളിൽ പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഈ 2026 ആ റെസൊല്യൂഷൻ മാറ്റിവെക്കുകയാണ്. ഈ വർഷം എന്തായാലും ഈ 14 ജില്ലകളിലും പോകും. നമ്മൾ വലിയ സഞ്ചാരിയൊന്നുമല്ല, ഇങ്ങനെ പറന്ന് വിദേശ രാജ്യത്തൊക്കെ പോകാൻ വളരെ നോർമലായിട്ട് ഒരു ലോ പ്രൊഫൈലിൽ അങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കഴിയാവുന്ന രൂപത്തിലൊക്കെ എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള. അതേസമയത്ത് നമ്മൾ ഇപ്പോൾ കർണാടകയിലെ 2-3 ജില്ലകളിൽ പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം 2025 ഈ വർഷം. പിന്നെ തമിഴ്നാട്ടിൽ 1-2 ജില്ലകളിലൊക്കെ പോയി. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന നമ്മുടെ 14 ജില്ലകളിൽ പോവുക എന്നുള്ള സ്വപ്നം നടന്നില്ല. അപ്പോൾ എന്തായി? റെസൊല്യൂഷൻ ഒന്ന് തന്നെ പൊട്ടിപ്പോയി. പിന്നെ ഉണ്ടായിരുന്ന റെസൊല്യൂഷൻ എന്താ അറിയോ? അതൊക്കെ കേട്ടാൽ നിങ്ങൾ ചിരിച്ചു പോകും. റാഫ് ഡയറിയിൽ സ്ഥിരമായിട്ട് വ്ലോഗ് ചെയ്യുക. വല്ലപ്പോഴും ആകെ ഈ കൊല്ലം നമ്മൾ വളരെ കുറഞ്ഞ വീഡിയോസ് മാത്രമാണ് റാഫ് ഡയറിയിൽ ഇട്ടിട്ടുള്ളത്. റാഫ് ഡയറി തുടങ്ങിയ ഉദ്ദേശം തന്നെ നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ചാനലുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മുടെ സൗഹൃദം പങ്കുവെക്കുക, ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇതൊക്കെ സുഹൃത്തുക്കളുമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ തിരുമൂർത്തി ഹിൽസ് എന്ന് പറയുന്നൊരു ഹില്ലിൽ പോയതാണ്. നമ്മുടെ ഉദുമൽപേട്ടയ്ക്ക് അടുത്തുള്ള ആ വീഡിയോ ആയിരുന്നു. അത്ര അധികം ആളുകളൊന്നും ശ്രദ്ധിച്ചില്ല. ഏതായാലും ആളുകൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ, നമ്മുടെ ചിന്തകളൊക്കെ, അതുപോലെ ഇവിടെ ട്രാവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഈ റാഫ് ഡയറി കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും കഴിഞ്ഞ കൊല്ലം അതും സ്ഥിരമായിട്ട് വ്ളോഗ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം നടന്നില്ല. അപ്പോൾ രണ്ടാമത്തെ റെസൊല്യൂഷൻ തീരുമാനമായല്ലോ. പിന്നെ ഒന്നുണ്ടായിരുന്നത് എഴുതണം. മുമ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എഴുതിയിരുന്നു. ഇപ്പോൾ ട്രാവൽ വ്ളോഗുകൾ ഒക്കെ ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിരുന്നു. പിന്നെ FBയിലാണെങ്കിലും കുറേ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ആ എഴുത്തൊക്കെ അങ്ങ് നിന്നു. കുറേ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ FBയിൽ നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാലും ആ കാലത്തൊക്കെ കണ്ടിരുന്നൊരു കാര്യം അത് കോപ്പി പേസ്റ്റ് ചെയ്ത് മറ്റൊരാളുടെ പേരിൽ വേറെ സ്ഥലത്ത് കാണും.
ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതിങ്ങനെ കൂടിയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഇതാകുമ്പോൾ പിന്നെ നമ്മുടെ മുഖം മാറ്റാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതൊന്നുകൂടി വീണ്ടും തുടരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നമ്മളൊരു റെസൊല്യൂഷൻ പോലെ എടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷേ എവിടെ നടക്കാൻ. പിന്നെ വായന പുനരാരംഭിക്കണം എന്നുള്ളത്. വായനയൊക്കെ വല്ലാതെ നിന്നുപോയിടും. പണ്ടൊക്കെ നമ്മൾ കുറേയൊക്കെ വായിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോൾ വായന വളരെ കുറവായിട്ടുണ്ട്. അത് തിരിച്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഓരോ ദിവസം ഇത്ര പേജസ് വായിക്കുക എന്നൊക്കെ റെസൊല്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഒരു ബുക്ക് പോലും ഫുള്ളായിട്ട് വായിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ മാസം അവസാനം വെച്ചിട്ട് ഒരു ബുക്ക് ഏതാണ്ട് ഒരു 75% ഒക്കെ വായിച്ച് തീർത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ആ ബുക്കിൻ്റെ പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അത് പിന്നെ ഞാൻ പങ്കുവെക്കാം നിങ്ങളോട്. ആ പുസ്തകം തന്നെ അത് കഴിയുമെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വായിക്കേണ്ട ഒന്നാണെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോലെയുള്ള ലൈഫിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കമ്പാർട്ട്മെൻറ്റിൽ കുടുങ്ങിപ്പോയി അതിനനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആളുകൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരു പക്ഷേ അതുകൊണ്ട് സഹായിക്കും തോന്നുന്നു ആ ബുക്ക്. അപ്പോൾ അതാണ് വായനയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. അതാണ് ആ റെസൊല്യൂഷൻ അവിടെ എത്തി. പിന്നെ ഫൈനാൻഷ്യലി ചില തീരുമാനങ്ങൾ എടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലോണ് ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. EMI ലോൺ കൊടുക്കുന്നത് അതൊക്കെ കംപ്ലീറ്റ് അടച്ച് തീർക്കണം എന്ന് വിചാരിച്ചു. വലിയ ലോൺ ഉണ്ടെന്നല്ല, ഒരു കുഞ്ഞു വണ്ടി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു എക്സ്പ്രസ്സോ കാറാണ് എൻ്റെ കയ്യിലുള്ള ആകെയുള്ളൊരു സംഭവം. കുഞ്ഞു വണ്ടി. അത് ആ സമയത്ത് ഈ റാഫ്റ്ററിൽ തന്നെ കാണാം അതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വീഡിയോ. അപ്പോൾ അത് സാധാരണ ആളുകളൊക്കെ എടുക്കുന്ന പോലെ ലോണൊക്കെ എടുത്താണ്. അപ്പോൾ അതിൻ്റെ EMI എല്ലാം അടച്ച് അത് പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതും സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫൈനാൻഷ്യലി എടുത്ത തീരുമാനം നടന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വായിക്കുക അങ്ങനെയുള്ള സംഭവം നടന്നില്ല. യാത്ര നടന്നില്ല. പിന്നെ എന്താണോ താൻ ഈ വർഷം ഉണ്ടാക്കിയത്? ഞാൻ തന്നെ എന്നോട് ചോദിക്കാതെ എന്താ ഉണ്ടാക്കി? പ്രത്യേകിച്ച് അത് പറഞ്ഞ് വളരെ നോർമലായിട്ടുള്ളൊരു ഇയറായിരുന്നു. പിന്നെ ഉണ്ടാക്കിയത് എന്തെന്ന് വെച്ചാൽ ഒരു സൗഹൃദ കൂട്ടമുണ്ട് എനിക്ക്. 5-6 പേരടക്കുന്ന നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ കൂടെ ഉണ്ടായിരുന്നവർ. പല വഴിയിലേക്ക് അങ്ങനെ പോയി അവർ. ഇടയ്ക്ക് വെച്ച് ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഊണരി തേടി പോകാമെന്ന് അറിയാമല്ലോ. ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളിലേക്ക് പോയപ്പോൾ പല വഴിക്ക് പോയവരാണ്. അവരെല്ലാവരും കൂടി വീണ്ടും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഞങ്ങളൊരു നല്ല രൂപത്തിൽ യാത്രകളൊക്കെ നടത്തി അങ്ങനെ പോകുന്നുണ്ട്. അത് വേറെ അതൊരു സന്തോഷമാണ്. ഇപ്പോൾ 40കളിലൊക്കെ എത്തിയ ആളുകൾക്കറിയാം, ഒരു നൊസ്റ്റാൾജിയ തേടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായവും സമയമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ 20കളിലും 25 വയസ്സിൽ ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കട്ടക്കൂടെ ഉണ്ടായിരുന്ന ചങ്കുകൾ അവർ വീണ്ടും ഒരുമിച്ച് ചേരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ എത്രയും കിട്ടുന്ന സമയത്തൊക്കെ എത്ര സമയം വേണേൽ അവരോട് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരാഗ്രഹം, ഇഷ്ടം, സ്നേഹം ഇതൊക്കെ. അപ്പോൾ ആ ഒരു സൗഹൃദം പുഷ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2024 അവസാനം തുടങ്ങിയതാണ്. അത് 2025 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതായത് മോർണിംഗ് വൈബ് എന്ന പേരിൽ രാവിലെ ഞങ്ങൾ സുഹൃത്തുക്കൾ, ഈ പറഞ്ഞ ഈ സൗഹൃദക്കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ നാട്ടിലുള്ളവർ നടക്കാനിറങ്ങും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നടക്കാനിറങ്ങും. ഈ നടക്കുക എന്നതിലുപരി പഴയ കഥകളും പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ളൊരു നടത്താണത്. അത് നൽകുന്നൊരു എനർജി വളരെ വലുതാണ്. അപ്പോൾ അതാണ് ഒരു പക്ഷേ ഈ വർഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവുള്ളൊന്ന്. പിന്നെ നമ്മളിപ്പോൾ കുറേ കാലമല്ലോ ഇങ്ങനെ ഈ റാഫ് ടോക്കും മറ്റുമൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പഠിച്ചതോ. 2024 അവസാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയല്ലോ. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ 2025 ഞാൻ മാത്രമായിട്ടാണല്ലോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്കറിയാതെ. അപ്പോൾ IPL ലൈവൊക്കെ 6 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റി. നമ്മളെ കൊണ്ട് പറ്റുള്ളൂ, വിചാരിച്ചാൽ പറ്റും എന്നുള്ളൊരു ഫീൽ അവിടെ കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ എടുത്ത് ഇപ്പോൾ അതിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്ന് അറിഞ്ഞു. മറ്റേത് രാവിലെ അങ്ങ് എഴുന്നേറ്റാൽ രാത്രി 12 മണി വരെയൊക്കെ ഇങ്ങനെ പണിയാണ്. ഇപ്പോൾ നമുക്ക് അതിലെങ്ങനെ കെട്ടിക്കുടുക്കി നിന്ന് ഫാമിലിക്കൊപ്പം അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൈക്കൊക്കെ എടുത്ത് അങ്ങ് പോകും. ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ അതിൽ ഹൈലൈറ്റ് മാളിലൊക്കെ ഉള്ള സമയത്ത് അവിടുന്ന് വാർത്ത വന്നാൽ മൈക്കും കുത്തിയപ്പോൾ അങ്ങ് വാർത്ത ഇടും. അപ്പോൾ അതുകൊണ്ട് മക്കളോടൊപ്പം ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വർഷം. അതിനനുസരിച്ച് കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ലൈഫ്. പിന്നെ വളരെ സാധാരണ രൂപത്തിൽ ലോ പ്രൊഫൈലിൽ അങ്ങ് ജീവിച്ചു പോകാൻ പറ്റുന്നു. പിന്നെ എന്താ പഠിച്ചത് ഓരോ വർഷം ഇങ്ങനെ ഓരോ പ്രായം കൂടുമ്പോൾ ഒന്നുമല്ല. അഹം എന്ന ബോധം, ഞാൻ എന്തോ ആണ് എന്നുള്ള ബോധം ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇല്ലാതായി ഒന്നുമല്ല ഈ ലൈഫിൽ. നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ ഇങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ജീവിച്ചു പോകണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഓരോ ദിവസവും കൂടുതലായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും 2026 കടക്കുമ്പോൾ ഇനി പുതിയ റെസൊല്യൂഷൻസ് ഒന്നുമില്ല. ആദ്യം ഇതും തീരുമാനമാക്കട്ടെ. ഈ പറഞ്ഞ 14 ജില്ലകളിൽ
ഈ തവണ എന്തായാലും യാത്ര ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ റാഫ് ഡയറിയിൽ സ്ഥിരമായിട്ട് ബ്ലോഗ് ഇടണം. നിങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ സംസാരിച്ചങ്ങ് പോവാം. പിന്നെ കഴിയാവുന്ന പോലെയൊക്കെ FB പ്രൊഫൈലൊക്കെ എഴുതാൻ നോക്കാം. റാഫ് ഡയറിയുടെ ഒരു FB പേജ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ പോകുന്നുണ്ട്. കഴിയാവുന്ന സുഹൃത്തുക്കൾ അതൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പോകണം. കഴിയാവുന്ന ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുമായിട്ട് പ്രധാനപ്പെട്ടൊക്കെ ഈ ഒരു റാഫ് ഡയറിയിലൂടെ തന്നെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്. ഏതായാലും 2026 നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്ക് ഇത് പൊളിച്ചെടുക്കണം. ഹാപ്പി ന്യൂ ഇയർ.